Arjun Das of Agra consigned goods of the cost of rupees 30,000 to his agent Jain at Cochin at a profit of 33.33% on cost. നമുക്ക് കോസ്റ്റ് ആണ് 30,000 എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 33.33% ഓൺ കോസ്റ്റ്. അപ്പോൾ 30,000ൻ്റെ 33.33% പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് വേണം ഇൻവോയ്സ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. The expenses of Arjun Das were freight 3,000 and insurance at 2% of cost price. കോസ്റ്റ് പ്രൈസിന് 2% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം കോസ്റ്റ് പ്രൈസ് എത്രയായിരുന്നു? 30,000. 30,000ൻ്റെ 2%. അതാണ് ഇൻഷുറൻസിൻ്റെ എമൗണ്ട് കിട്ടുന്നത്. Jain accepted a 2 months bill for 50% of invoice price drawn against the consignment, which Arjun Das discounted for 18,500. Jain sold 3/4 of the goods for rupees 42,000, for which a commission of 4 plus 2% Delcredar commission is payable. Jain accepted a 2 months bill for 50% of invoice price. ഇൻവോയ്സ് പ്രൈസിൻ്റെ 50%. അപ്പോൾ ഇൻവോയ്സ് പ്രൈസ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുന്ന കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. 30,000 ആയിരുന്നു കോസ്റ്റ്, പ്ലസ് 30,000ൻ്റെ 33.33% ആണ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻവോയ്സ് പ്രൈസ് കിട്ടുന്നത്. ആ എമൗണ്ട് എന്ന് പറയുന്നത് 30,000 പ്ലസ് 30,000ൻ്റെ 33.33% എന്ന് പറയുന്നത് 10,000 ആണ്. അപ്പം ഇൻവോയ്സ് പ്രൈസ് എത്ര കിട്ടും? 40,000 ആണ് ഇൻവോയ്സ് പ്രൈസ്. അതിൻ്റെ 50% അതെത്ര വരും? 20,000 rupees. 20,000 rupeesൻ്റെ ബിൽസ് റിസീവബിൾ ആണ് കിട്ടിയത്. Jain sold 3/4 of the goods for rupees 42,000, for which a commission of 4% plus 2% Delcredar commission is payable. അപ്പോൾ 3/4 സെയിൽ നടത്തി. 3/4 ഗുഡ്സ് സെയിൽ നടത്തി 42,000 റുപ്പീസിന്. 42,000ൻ്റെ 6% ആണ് നമുക്ക് Delcredar കമ്മീഷനായിട്ട് എടുക്കേണ്ടത്. ഓക്കെ. Expenses at Cochin amounted to rupees 1,100. A customer who bought goods for rupees 2,000 became insolvent and nothing could be recovered from him. On closing the books, the unsold goods are valued at 20% less than cost due to fall in price. അപ്പം ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ കോസ്റ്റിനേക്കാളും 20% കുറച്ചിട്ട് വേണം എടുക്കാൻ. കാരണം അതിൻ്റെ വില കുറഞ്ഞു, മാർക്കറ്റ് പ്രൈസിൽ ഫോൾ ഉണ്ടായി. പ്രിപ്പയർ ഇമ്പോർട്ടൻ്റ് അക്കൗണ്ട്സ് ഇൻ ദ ബുക്സ് ഓഫ് അർജുൻ ദാസ്. അപ്പോൾ ആദ്യം നമുക്ക് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. ഞാൻ പറഞ്ഞിരുന്നു 40,000 എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായല്ലോ. 30,000 പ്ലസ് 33.33% പ്രോഫിറ്റ് അത് ആഡ് ചെയ്തപ്പോഴാണ് 40,000 കിട്ടിയത്. പിന്നെ അർജുൻ ദാസിൻ്റെ എക്സ്പെൻസസ്, അതായത് കൺസൈനറുടെ എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഫ്രൈറ്റും ഇൻഷുറൻസുമാണ്. ഫ്രൈറ്റിൻ്റെ എമൗണ്ട് നമുക്ക് നേരിട്ട് തന്നിട്ടുണ്ട്, 3,000 തന്നിട്ടുണ്ട്. ഇൻഷുറൻസിൻ്റെ എമൗണ്ട് ഞാൻ പറഞ്ഞു 30,000 ആണ് കോസ്റ്റ്. കോസ്റ്റിൻ്റെ 2% എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് 600 rupees. ജെയിൻ്റെ എക്സ്പെൻസസ് എന്ന് പറയുന്നത് എന്തൊക്കെയുണ്ട്? 1,100 മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ജെയിൻ്റെ കമ്മീഷൻ എന്ന് പറയുന്നത് 42,000ൻ്റെ 6% ആണ് നമുക്ക് കമ്മീഷനായിട്ട് എടുക്കേണ്ടത്. അതായത് 2,520. ഇനി Delcredar കമ്മീഷൻ ഉള്ളത് കൊണ്ട് ബാഡ് ഡെപ്സിൻ്റെ എമൗണ്ട് നമ്മൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ എഴുതുകയില്ല. പിന്നെ
ജെയിൻ നടത്തിയ സെയിലിൻ്റെ കാര്യം 42,000 റുപ്പീസാണ് സെയിൽ നടത്തിയപ്പോൾ കിട്ടിയത്. അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ വാല്യൂം കാണണം, പിന്നെ ഇത് ഇൻവോയ്സ് പ്രൈസിൽ കൊടുത്തത് കാരണം റിസർവും കാണണം. പിന്നെ ഇതിൽ ഈ ക്വസ്റ്റിനകത്ത് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്കിൻ്റെ വാല്യൂവിന് റിസർവ് കാണേണ്ട കാര്യമില്ല. കാരണം ഇതിന് കോസ്റ്റിനേക്കാളും കുറവായിപ്പോയി ഇപ്പം മാർക്കറ്റ് പ്രൈസ്. അന്നേരം പ്രോഫിറ്റ് ഇല്ലല്ലോ, നഷ്ടമല്ലേ ഉണ്ടായേക്കുന്നത്. അപ്പോൾ റിസർവ് കാണേണ്ട കാര്യം ഇല്ല. എന്നാൽ ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെൻറ്റിന് റിസർവ് കാണുകയും വേണം. എത്രയായിരുന്നു ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെൻറ്റിൻ്റെ റിസർവ്? നമുക്കറിയാം 30,000 പ്ലസ് 10,000 ചെയ്തപ്പോഴാണ് നമുക്ക് 40,000 കിട്ടിയത്. ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെൻറ്റിൻ്റെ സ്റ്റോക്ക് റിസർവ് എന്ന് പറയുന്നത് 10,000 റുപ്പീസ്. 10,000 റുപ്പീസ് ആണല്ലോ പ്രോഫിറ്റ്, അത് കൊടുക്കണം. ദെൻ സ്റ്റോക്ക് ഓൺ കൺസൈൻമെൻറ്റ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യം നോക്കണം. നമുക്കറിയാം 3/4 സെയിൽ നടന്നു. അപ്പം ബാലൻസ് സ്റ്റോക്ക് എത്രയാണ് ഉള്ളത്? 30,000 ഇൻറ്റു 1/4. 3/4 കഴിഞ്ഞാൽ ബാക്കി ബാലൻസ് വരുന്നത് 1/4 ആണല്ലോ. അപ്പോൾ 30,000 ഇൻറ്റു 1/4 ചെയ്യുമ്പോൾ 7,500ൻ്റെ സ്റ്റോക്ക്. അതിൻ്റെ കൂടെ പ്രൊപ്പോർഷണേറ്റ് എക്സ്പെൻസസ്, അത് പ്രൊപ്പോർഷണേറ്റ് എക്സ്പെൻസ് എന്ന് പറയുമ്പം അർജുൻ ദാസിൻ്റെ 3,600 മൊത്തം വരും. 3,600 അതിൻ്റെ 1/4 അത് ആഡ് ചെയ്യണം. പിന്നെ അതേ ഉള്ളൂ. എക്സ്പെൻസസ് അറ്റ് കൊച്ചിൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. കൊച്ചിനിലുണ്ടായ എക്സ്പെൻസസാണ് അതവിടെ നമുക്ക് കൺസൈനിയുടെ എക്സ്പെൻസ് നമ്മൾ ഈ പ്രൊപ്പോർഷണേറ്റ് എക്സ്പെൻസിൽ എടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് കാരണം അതവിടെ എത്തുന്നത് വരെയുള്ള കോസ്റ്റേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇത് കൊച്ചിനിലുണ്ടായ എക്സ്പെൻസസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. എക്സ്പെൻസസ് അറ്റ് കൊച്ചിൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അവിടെ എത്തിയതിന് ശേഷമുള്ള എക്സ്പെൻസസ് നമ്മൾ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ എടുക്കേണ്ട കാര്യം ഇല്ല. അതുകൊണ്ട് കൺസൈനറുടെ എക്സ്പെൻസ് മാത്രം എടുക്കാം. അപ്പോൾ ടോട്ടൽ 8,400. ഇനി അത് ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, 20% കുറച്ച് വേണം സ്റ്റോക്കിൻ്റെ വാല്യൂ എടുക്കാനായിട്ട്. ലെസ് ഫോൾ ഇൻ മാർക്കറ്റ് പ്രൈസ് 20%. അപ്പോൾ 8,400ൻ്റെ 20% എടുത്തപ്പം 1,680 അത്രയും എമൗണ്ട് കുറച്ചിട്ടുള്ളത് വേണം സ്റ്റോക്കിൻ്റെ വാല്യൂവിൽ എടുക്കാൻ. അതാണ് സ്റ്റോക്ക് ഓൺ കൺസൈൻമെൻറ്റ് 6,720 എന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ ബാലൻസ് ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എമൗണ്ട് എടുക്കുക. പിന്നെ കൺസൈനിയുടെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. കൺസൈനിയുടെ അക്കൗണ്ട് ഫസ്റ്റ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത് അയാളുടെ സെയിൽ ടു കൺസൈൻമെൻറ്റ് എന്ന് പറഞ്ഞ് സെയിൽ എമൗണ്ട് എടുക്കുക. അതുപോലെ തന്നെ ബൈ കൺസൈൻമെൻറ്റ് എന്ന് പറഞ്ഞ് അയാളുടെ എക്സ്പെൻസ് 1,100. പിന്നെ അയാളുടെ കമ്മീഷൻ 2,520. പിന്നെ അയാളുടെ ബിൽസ് റിസീവബിൾ കൊടുത്തത് 20,000 റുപ്പീസിൻ്റെ ആയിരുന്നു. അത് എമൗണ്ട് എത്രയാണ് കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഡിസ്കൗണ്ടഡ് ₹4 18,500. ആ എമൗണ്ടിന് ഇവിടെ റെലവൻസ് ഇല്ല. അത് ഡിസ്കൗണ്ട് ചെയ്തപ്പോൾ കിട്ടിയ എമൗണ്ടാണ്. 20,000 റുപ്പീസിൻ്റെ ബില്ലായിരുന്നു. അയാളത് ബാങ്കിൽ കൊണ്ടു കൊടുത്തപ്പോൾ 18,500 കിട്ടിയുള്ളൂ എന്നാണ്. അപ്പം നമ്മളിവിടെ കൺസൈനിയുടെ അക്കൗണ്ടിൽ എടുക്കുമ്പോൾ അയാൾ യഥാർത്ഥത്തിൽ എത്ര രൂപയുടെ ബില്ലാണോ കൊടുത്തത് അത് വേണം എടുക്കാൻ, അല്ലാതെ 18,500 അല്ല. ഈ ഒരു ക്വസ്റ്റിൻ്റെ പ്രത്യേകത ഏതാണ്? ഓക്കെ, ബാലൻസ് 18,380. ആ ബാലൻസ് ആണ് അയാൾ കൊടുക്കാനുള്ളത്. പിന്നെ ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെൻറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. ബൈ കൺസൈൻമെൻറ്റ് എന്ന് പറഞ്ഞ ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെൻറ്റ് 40,000. ദെൻ ടു കൺസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ റിസർവ് 10,000. ബാലൻസ് ടു ട്രേഡിംഗ് അക്കൗണ്ട് 30,000 എന്ന് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഇലിസ്ട്രേഷൻ 10.